ദൈവനാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. ക്രിസ്തീയ കുടുംബം എന്ന പഠന പരമ്പരയുടെ 10ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ക്രിസ്തീയ കുടുംബം. ഈ വിഷയത്തിൽ നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് വിവാഹബന്ധത്തിൽ സാധാരണ നേരിടേണ്ടി വരുന്ന പരിശോധനകൾ അഥവാ പരീക്ഷണങ്ങൾ, ഒരു വിധത്തിൽ മാറ്റുനോക്കുന്ന അവസ്ഥയാണ്. കഥാപുസ്തകത്തിൽ ഒരുപക്ഷെ നോവലിൽ നാം വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ അവസാനം ഇങ്ങനെ എഴുതി, തുടർന്ന് അവർ അനേക നാൾ ദീർഘനാൾ സന്തോഷത്തോടുകൂടി ജീവിച്ചു. ആദ്യത്തെ കോളിളക്കങ്ങൾക്ക് ശേഷം കഥ അവസാനിക്കുമ്പോൾ സാധാരണ കഥകളിലും സിനിമകളിലും സീരിയലുകളിലും പുസ്തകങ്ങളിലുമൊക്കെ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. അവർ തുടർന്ന് ദീർഘകാലം സന്തോഷത്തോടും സമാധാനത്തോടും ജീവിച്ചു. അത് പുസ്തകത്തിൻ്റെ അവസാനമാണ്. വിവാഹം വാസ്തവത്തിൽ ഒരു ആരംഭമാണ്. വിവാഹം വാസ്തവത്തിൽ ഒരു ആരംഭമാണ്, അവസാനമല്ല. വിവാഹത്തിലെ സന്തോഷം വിവാഹ ദിവസം ഒരു പ്ലേറ്റിൽ കേക്ക് വെച്ച് നീട്ടുന്ന പോലെ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടില്ല. നാം വളരെ കഠിനാധ്വാനത്തോടെ, ബുദ്ധിമുട്ടോടെ, ജ്ഞാനത്തോടെ, വിവേകത്തോടെ ജീവിച്ചുകൊണ്ട് അത് നേടേണ്ടതാണ്. ഒരു പ്ലേറ്റിൽ കിട്ടുന്നത് പോലെ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നതല്ല വിവാഹത്തിലെ സന്തോഷം, സന്തുഷ്ടി, സമാധാനം. ഈ പഠനത്തിൽ നാം ഇപ്പോൾ ചിന്തിക്കാൻ പോകും ചില പരിശോധനകൾ, പല വാക്കുകൾ ഉപയോഗിക്കാൻ, ചില ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരും. കുടുംബത്തിൻ്റെ സമാധാനത്തെ, ഒരുമിച്ചുള്ള ജീവിതത്തെ തകർക്കുവാൻ വേണ്ടി ശക്തിയുള്ള, കഴിവുള്ള ചില പരിശോധനകളുണ്ട്, ചില വിഷയങ്ങളുണ്ട്. അത് നമ്മളൊന്ന് പരിശോധിക്കണം. 7 പരിശോധനകളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതിൽ 4 നമ്മൾ ഇത് ചിന്തിക്കും. വിവാഹത്തിൽ നേരിടേണ്ടി വരുന്നതായ ചില ശോധനകൾ. ആദ്യത്തേത് മാറ്റം വരുത്തൽ അല്ലെങ്കിൽ ക്രമീകരണത്തിൻ്റെ പരിശോധന. ഇംഗ്ലീഷിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. അതൊരു പക്ഷേ നമുക്ക് ഏറ്റവും സുപരിചിതമായ വാക്കാണ്. സമീകരണം, മാറ്റം വരുത്തൽ, ക്രമീകരണം എന്നെല്ലാം മലയാളത്തിലെ വാക്ക് ഉപയോഗിക്കാം. വിവാഹബന്ധത്തിൽ ആദ്യം നേരിടേണ്ടി വരുന്ന പരിശോധന അതാണ്. ജീവിതം ഒരിക്കലും ലളിതമല്ല, സുഖകരമല്ല, ഈസിയല്ല. പലതരത്തിലുള്ള വിട്ടുവീഴ്ചകളും ക്രമീകരണങ്ങളും ജീവിതത്തിൽ വേണ്ടിവരും. മനുഷ്യജീവിതത്തിൽ ഏറ്റവും അധികം വിട്ടുവീഴ്ചകളും ക്രമീകരണങ്ങളും മാറ്റം വരുത്തലുകളും നമ്മുടെ ചില ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരുന്നതായ സ്ഥലമാണ് വിവാഹബന്ധം. കാരണം ഇത് ഏറ്റവും ഗാഢമായ ബന്ധമാണ്. പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് കളയാൻ പറ്റുന്ന ബന്ധമല്ല. ഏറ്റവും ഗാഢവും ആഴവും അടുപ്പവുമുള്ള ബന്ധമാണ് വിവാഹബന്ധം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് പലതരത്തിലുള്ള ക്രമീകരണം നമ്മിലും നമ്മുടെ സ്വഭാവത്തിനും മാറ്റേണ്ടി വരും, നടപ്പിലാക്കേണ്ടി വരും. എളുപ്പമല്ല ഇത്. കാരണം ഇത് ഏറ്റവും ആഴമുള്ള ബന്ധമാണ്. ഇതിന് തുല്യമായ മറ്റൊരു ബന്ധം മനുഷ്യരുടെ നടുവിലില്ല. പിന്നെയുള്ളത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. മനുഷ്യരുടെ നടുവിലുള്ളതിൽ വെച്ച് ഏറ്റവും ഗാഢമായ, ഏറ്റവും അനുഗ്രഹീതമായ, ഏറ്റവും ആനന്ദകരമായ ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധമാണ്. ഇത് രണ്ടുപേരും ഒന്നായി ചേരുകയാണ്. രണ്ടുപേരും ഒന്നായി ചേരുമ്പോൾ അതിൽ വളരെയധികം വിട്ടുവീഴ്ചകളും മാറ്റങ്ങളും സമീകരണങ്ങളും ആവശ്യം വരും. ഇപ്പൊ രണ്ടുപേരും കടന്നു വന്നത് 2 പശ്ചാത്തലത്തിൽ നിന്നാണ്. രണ്ട് കുടുംബത്തിൽ 2 രീതിയിൽ വളർത്തപ്പെട്ടവരാണ്. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മാനസികമായും വൈകാരികമായും പലതരത്തിൽ വ്യത്യാസങ്ങളുള്ള 2 പേരാണ്. അവരാണ് ഒരു ദിവസം ഒരു പ്രത്യേക ചടങ്ങിൻ്റെ വെളിച്ചത്തിൽ ഒരു ഒന്നായി ചേർന്നത്. അന്ന് തന്നെ അവർ പൂർണ്ണമായി ഇഴുകിച്ചേരില്ല. വളരെയധികം ശ്രമം വേണ്ടി വരും. അവിടെ പലതരത്തിൽ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും ഭയങ്ങളും തമ്മിൽ വ്യത്യസ്തമുണ്ട്. ഇതെല്ലാം തിരിച്ചറിയാതെ ഒരുമിച്ച് പോകാൻ പറ്റില്ല. നമ്മുടെ ഇഷ്ടമല്ല മറ്റൊരാളുടെ ഇഷ്ടം. ഇവിടെയാണ് ഈ ക്രമീകരണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ സംതൃപ്തകരമായ വൈകാരികമായൊരു ക്രമീകരണം വളരെ വളരെ ആവശ്യമാണ്. ചില പങ്കാളികൾ അല്ലെങ്കിൽ ഒരു പക്ഷേ ഭർത്താവാകാം, ഭാര്യയാകാം, തൻ്റെ പങ്കാളിയിൽ നിന്ന് പലപ്പോഴും ആവശ്യപ്പെടുന്നത് അസാധാരണമായ കാര്യങ്ങളായിരിക്കും. ന്യായമല്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെടും. താൻ വളർത്തപ്പെട്ടത് അങ്ങനെയായിരിക്കാം. താൻ വന്നു കയറിയ കുടുംബത്തിൻ്റെ പരിതസ്ഥിതികൾ മനസ്സിലാക്കാതെ ചില ആവശ്യങ്ങൾ ആവശ്യപ്പെടും. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഈ ഒരു വിട്ടുവീഴ്ച മനോഭാവം, ഈ ഒരു മാറ്റം വരുത്തുന്ന മനോഭാവം, ഇതാണ് ഈ പരിശോധനയുടെ താക്കോൽ വാക്ക്. പലതരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ലൈംഗിക കാര്യത്തിലാകാം, കുടുംബത്തിലെ പല കാര്യങ്ങളിലാകാം,
കുട്ടികളെ വളർത്തുമ്പോഴാകാം, സാമ്പത്തിക കാര്യങ്ങൾ ചെലവിടുമ്പോഴാകാം, പലതിലും ക്രമീകരണം ആവശ്യമായി വരും. അപ്പം കുടുംബം ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ, അതോടൊപ്പം നാമും ആഗ്രഹിച്ചുകൊണ്ട് അത്തരത്തിൽ നമ്മൾ നേടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് ഇരുവർക്കും ബോധ്യമുണ്ടാകണം. ഭാര്യയ്ക്കും ബോധ്യമുണ്ടാകണം, ഭർത്താവിനും ബോധ്യമുണ്ടാകണം. ദൈവം വിഭാവനം ചെയ്ത ഒരു കുടുംബമായി നമുക്ക് ആയിത്തീരുവാൻ എന്തൊക്കെ തരത്തിൽ. എനിക്ക് ചിലപ്പോൾ ആർഭാട ജീവിതമായിരിക്കും താല്പര്യം. എല്ലാ ആഴ്ചയും എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും എനിക്ക് ജിമ്മിൽ പോകണം. അവിടെ ഓരോ ആഴ്ചയും 2000 രൂപ വെച്ച് എനിക്ക് ചിലവാക്കണം. ഉദാഹരണത്തിന് ഒരിക്കലിട്ട വസ്ത്രം ഞാൻ വീണ്ടും ഉപയോഗിക്കില്ല. ഇതൊക്കെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഈ പഴയ ശീലങ്ങളൊക്കെ മാറ്റേണ്ടി വരും. കുടുംബത്തിന്റെ മൊത്തം വരുമാനം എടുത്തു വെച്ച് നമ്മൾ കണക്കാക്കുമ്പോൾ ഇതൊന്നും പറ്റാതെ വരും. എല്ലാ ദിവസവും വൈകുന്നേരം വെളിയിൽ നിന്ന് തന്നെ നമ്മൾ പുറത്തുപോയി ആഹാരം കഴിക്കണം, അത് നല്ല നല്ല സ്റ്റാർ ഹോട്ടലുകളിൽ. അത് പറ്റുന്നു വരില്ല ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ. അങ്ങനെ നമ്മൾ വളർത്തപ്പെട്ടാൽ ആ ശീലം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് നല്ലതല്ല. അവർ നാളെ പെൺകുട്ടികളാണെങ്കിൽ മറ്റൊരു കുടുംബത്തിലേക്ക് പോകാനുള്ളവർ അവിടെ ചെല്ലുമ്പോൾ അവർ ഒരു അടുക്കളയിൽ കയറാൻ മടിക്കും, ഒരു ചായ ഇടാൻ പോലും സാധിക്കില്ല, വലിയ പ്രശ്നങ്ങൾ നേരിടും, അവരെ വളർത്തിയത് ശരിയല്ല എന്ന് പരാതി കേൾക്കും. അപ്പം ഇതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെയധികം കാര്യങ്ങൾ മാറ്റം വരുത്തണം. അപ്പം ഇത് വളരെ ആവശ്യമാണ്. ചിലർ വളർന്ന ജീവിതത്തിൽ കുടുംബത്തിൽ വളരെ വൃത്തിയുള്ള കുടുംബമാണ്. ഒരു പൊടി പോലും മേശപ്പുറത്ത് കാണില്ല, കണ്ണാടി കാണില്ല. ഒരു സാധനം എടുത്താൽ എടുത്ത സ്ഥലത്ത് തിരിച്ചു വയ്ക്കണമെന്നുള്ള നിർബന്ധമുള്ള രീതിയിൽ വളർത്തപ്പെട്ട കുട്ടികളാകും. അങ്ങനെയുള്ള ശുദ്ധിയുടെ ശീലം പലതും ഉണ്ടാവും. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാവും. പക്ഷെ മറ്റൊരു വ്യക്തി പങ്കാളിയായ വ്യക്തിക്ക് ഒരു ചിന്തയുമില്ലാത്ത ആളാകും. ഒരു സാധനം എടുത്താൽ വേറെ സ്ഥലത്ത് പോകും, വസ്ത്രം ഊരിയാൽ അവിടെ കിടക്കും, രാവിലെ എഴുന്നേറ്റാൽ കിടക്കി വരെയും ശരിയായിട്ട് വിരിച്ചിട്ടില്ല, നനഞ്ഞ തോർത്ത് ശരിക്കും വിരിച്ചിട്ടില്ല, ബാത്റൂമിൽ ചുരുട്ടിക്കൂട്ടി ഒരു മൂലയ്ക്ക് വെക്കും. ഇങ്ങനെയായിരിക്കും താൻ വീട്ടിൽ വളർന്നു വന്നത്. അത് കുടുംബത്തിൽ വരുമ്പോൾ തൻ്റെ ഭാര്യ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് മറ്റു തരത്തിലാണെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറ്റേണ്ടി വരും. മനുഷ്യന് മാറ്റാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ആഗ്രഹമുണ്ടെങ്കിൽ അവന് മാറാൻ കഴിയും. ദൈവം മനുഷ്യനെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചിലർക്ക് ഒട്ടും മര്യാദകൾ കാണില്ല. രാവിലെ എഴുന്നേറ്റാൽ ഗുഡ് മോർണിംഗ് പറയണമെന്നോ, കിടക്കാൻ പോകുമ്പോൾ ഗുഡ് നൈറ്റ് പറയണമെന്നോ, ആഹാരം കഴിക്കുന്ന ടേബിളിൽ വന്നിരുന്ന മൊബൈൽ സംസാരിക്കരുതെന്നോ, ഉറക്കെ സംസാരിക്കരുതെന്നോ, ഇങ്ങനെയുള്ള മര്യാദകളില്ലാത്തവരുണ്ടാകാം. അത് കുടുംബത്തിലേക്ക് വരുമ്പോൾ അത് വലിയ പ്രശ്നമുണ്ടാക്കും. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത്, ഒരു കുടുംബത്തിലെ സന്തോഷകരമായ സന്തുഷ്ടിക്ക് വേണ്ട ക്രമീകരണങ്ങൾ, മാറ്റങ്ങൾ വരുത്താൻ രണ്ടു കൂട്ടരും ശ്രമിക്കണം. അത് വളരെ ആവശ്യമാണ്. ഒരാളുടെ ഇഷ്ടമായിരിക്കില്ല വേറെ ആളുടെ ഇഷ്ടം. ഓരോ ദിവസങ്ങളും ഓരോ വികാരങ്ങളും ഭാവങ്ങളും മാറ്റം വരും. ഇത് മനസ്സിലാക്കാൻ കഴിയണം, പറയാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയണം. അപ്പം വിവാഹ ബന്ധത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് രണ്ടു കൂട്ടർക്കും വളരാനുള്ള സ്വാതന്ത്ര്യം വേണം. രണ്ടു പേർക്കും വികസനം പ്രാപിക്കണം. രണ്ടു കൂട്ടരുടെ ലക്ഷ്യങ്ങൾ നേടാൻ അവർ ആത്മീയമായി വളരെ രണ്ടു കൂട്ടർക്കും അത് പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് രണ്ടു കൂട്ടർക്കും ഇടവരണം. അതിന് വേണ്ട ക്രമീകരണം, സമീകരണം ആവശ്യമാണ്. ഇതൊരു വലിയ പരിശോധനയാണ്. ഞാൻ എൻ്റെ വഴിക്കേ പോവുകയുള്ളൂ എന്ന് ഭർത്താവ് പറയുമ്പോൾ ഭാര്യ അതുപോലെ പറഞ്ഞാലോ, കുട്ടികളും അത് കണ്ട് വളർന്നാലോ, അവിടെ കൂടുമ്പോൾ ഇമ്പമില്ല. അപ്പം ഇത് വളരെ ശ്രദ്ധിക്കണം. ഒരു കുടുംബത്തിൽ സന്തോഷകരമായി ജീവിക്കണമെങ്കിൽ പരസ്പര ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വേദനകൾ, പ്രത്യേകിച്ച് ഭയങ്ങൾ ഒക്കെ മനസ്സിലാക്കണം. ഒരാൾക്ക് എരിവ് ഇഷ്ടമില്ല, വേറൊക്കെ മധുരമാണ് ഇഷ്ടം. എല്ലാവരുടെയും ഇഷ്ടങ്ങൾ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകണം. അത് വളരെ പ്രധാനമാണ്. രണ്ടാമത് കൂറ് അഥവാ വിശ്വസ്തത. രണ്ടാമത്തെ ഏറ്റവും വലിയ പരിശോധന എന്ന് പറയുന്നതാണ് കൂറ് കാണിക്കുക. നമ്മളെല്ലാവരും നമ്മളോടെല്ലാവരും വിശ്വസ്തരും കൂറുള്ളവരുമാകണമെന്ന് ആഗ്രഹിക്കും. നമ്മൾ സഭയോട് കൂറുള്ളവരാകണം, കുടുംബത്തോട് കൂറുള്ളവരാകണം, സമൂഹത്തോട് കൂറുള്ളവരാകണം, രാജ്യത്തോടും നമ്മളായിരിക്കുന്ന പ്രദേശത്തിലുള്ള നിയമങ്ങളോട് കൂറ് കാണിക്കണം. അതായത് വിശ്വസ്ത, ഇംഗ്ലീഷിൽ ലോയൽ എന്ന് പറയും. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കൂറുള്ളവരായിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര താല്പര്യമാണ് അവരെക്കുറിച്ച്. പക്ഷെ നാം എങ്ങനെയാണ് മറ്റുള്ളവരോട് കൂറുള്ളവരായിരിക്കുന്നത്? നാം കൂറുള്ളവരാണോ? ഇത് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്ന ഇടമാണ് കുടുംബം. പരസ്പരമുള്ള വിശ്വസ്തത, പരസ്പരമുള്ള കൂറ്. പങ്കാളിയോട് അവിശ്വസ്തത കാണിക്കുകയാണെങ്കിൽ അത് പണ്ടത്തെ കാലത്തുമുണ്ട്, ഇപ്പോഴുമുണ്ട്. കുടുംബ ബന്ധത്തിൽ പങ്കാളിയോട്, ചിലപ്പോൾ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് വിശ്വസ്തത കാണിക്കാതിരിക്കുക അത് പണ്ടുമുണ്ട്. പർവ്വതം പോലെ തന്നെ പുരാതനമാണ് ഈ ദുശ്ശീലം. കൂടെയുള്ളവരോട് വിശ്വസ്തത കാണിക്കാതിരിക്കുക, കൂറ് പുലർത്താതിരിക്കുക.
പണ്ടത്തെ കാലത്തും ഇപ്പോഴത്തെ കാലത്തുമുള്ള ഒരു കാര്യമാണ്. തെറ്റായ വഴിവിട്ട ബന്ധങ്ങൾക്കുള്ള ആകർഷണം ചുറ്റുപാടും എന്നും ഉണ്ടാകും. നമ്മുടെ ചുറ്റുമുള്ള സകല പുസ്തകങ്ങളിലും നോവലുകളിലും സീരിയലുകളിലും എന്തിന് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ നിരന്തരമായ ആകർഷണങ്ങളുണ്ടാകും. വഴിവിട്ട ബന്ധം, അവിഹിത ബന്ധം ആകർഷിക്കപ്പെടും. ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതം നമുക്ക് തൃപ്തിയില്ലാത്ത അവസ്ഥയുണ്ടാകും. പല മേഖലകളിൽ സ്വീകരിക്കുന്നില്ല. അവിടെ ആയിരിക്കും നമുക്ക് ആകർഷണങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ അല്പം കൂറ് മറക്കും, വിശ്വസ്തത മറക്കും. യൗവനക്കാരായ മിക്ക ദമ്പതികളിലും ഇത് കണ്ടുവരാറുണ്ട്. അത് വളരെ വളരെ അപകടം പിടിച്ചതും കുടുംബം തകർക്കുന്നതുമാണ്. സദൃശവാക്യം എന്ന പുസ്തകത്തിൻ്റെ 4ഉം 5ഉം അധ്യായങ്ങൾ വായിച്ചു നോക്കുന്നത് നല്ലതാണ്. സദൃശവാക്യം, അവിശ്വസ്തത, പങ്കാളിയോടുള്ള അവിശ്വസ്തത കുടുംബ ബന്ധത്തെ താറുമാറാക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കണം. ഒരു രത്നം പോലെ, വിലയേറിയ രത്നം പോലെ ജീവിതത്തിൽ ഈ ബന്ധം സൂക്ഷിക്കണം. പുറജാതികളുടെ എത്ര വലിയ സ്വാധീനം നമ്മുടെ ചുറ്റുമുണ്ടായാലും, അതായത് ദൈവനിഷേധികളായ പരിഹാസികളായ മനുഷ്യരുടെ സ്വാധീനം അത് സ്കൂളിലും കോളേജിലും ജോലി സ്ഥലത്തുമൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടായാലും, ദൈവകൃപയാൽ ദൈവസഹായത്താൽ നമ്മുടെ പങ്കാളിയോട്, അത് ഭാര്യയോടാകാം ഭർത്താവിനോടാകാം, കൂറ് പുലർത്തണം. നമുക്ക് ദൈവം അനുവദിച്ചതിൽ സന്തുഷ്ടരാകുക. മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾ വീഴാതിരിക്കുക. ഇബ്രാഹിം 13:4 വിവാഹം എല്ലാറ്റിലും മാന്യമാണ്, കിടക്ക നിർമ്മലമായിരിക്കട്ടെ, ദുർനടപ്പുകാരെ വ്യഭിചാരികളെ ദൈവം ശിക്ഷിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ഓർക്കുക. ക്രിസ്തീയ വിവാഹം വളരെ സന്തുഷ്ടമായി ഉയർന്നു നിന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ, അതായത് സുഖലോലുപതയുടെയും ഇന്ദ്രിയ സുഖാശക്തികളുടെയും വലിയ ആഗ്രഹം നിലനിന്ന ആ കാലഘട്ടം. സുഖലോലുപതയ്ക്ക് വേണ്ടി വലിയ പ്രാധാന്യം കൊടുത്ത കാലമായിരുന്നു. 30 കല്യാണം, 35 വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സ്ത്രീകളും പുരുഷന്മാരും ഇഷ്ടം പോലെ ജീവിച്ചൊരു കാലഘട്ടം നടുവിലും ക്രിസ്തീയ ദമ്പതികൾ സന്തോഷത്തോടെ ജീവിച്ചു റോമൻ സാമ്രാജ്യ കാലത്ത്. അപ്പോൾ അത് അസാധ്യമല്ല. ദീർഘകാലം നിൽക്കുന്നൊരു ചെടി പോലെയാണിത്. പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് നിൽക്കുന്നൊരു ചെടി പോലെ. പക്ഷേ അതിൻ്റെ വേരുകൾ ശ്രദ്ധിക്കണം, വേണ്ട വളമിട്ട് കൊടുക്കണം, വെള്ളമൊഴിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഫലം അനുഭവിക്കും. 3ാമത്തെ ടെസ്റ്റ് പരസ്പരമുള്ള കരുതൽ, മ്യൂച്വൽ കൺസിഡറേഷൻ. പരസ്പരം കരുതണം. ഇതൊരു വലിയ ചോദനയാണ്. അനേക കുടുംബങ്ങൾ വിവാഹമോചനത്തിൽ അവസാനിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുന്നില്ല, ഭർത്താവ് ഭാര്യയെയും കരുതുന്നില്ല, ദാമ്പത്യ സംബന്ധമായ വിഷയത്തിൽ അവിശ്വസ്തത, പരസ്പരമുള്ള കരുതലില്ല, പരസ്പരമുള്ള പരിഗണനയില്ല. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയും, നമുക്ക് കേൾക്കാം. 1 കൊരിന്ത്യർ 7:2 ഇങ്ങനെ പറഞ്ഞു: എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തേക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് പറഞ്ഞു. ഇത് പറഞ്ഞത് എപ്പോഴെന്നറിയാമോ? ഏത് പശ്ചാത്തലത്തിൽ നിന്നറിയാമോ? 1 കൊരിന്ത്യർ 6:18 വാക്യത്തിൽ മനുഷ്യൻ ദുർനടപ്പ് വിട്ടോടുവീൻ എന്ന് തുടങ്ങുന്ന വേദഭാഗം. ദുർനടപ്പ് വിട്ടോടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകും നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ എന്ന് പറഞ്ഞിട്ടാണ് 2-ാം വാക്യത്തിൽ. 1 അധ്യായമില്ല, നമ്പറുകളില്ല, ഒരു ചുരുള് പോലെ എഴുതി പോവുകയാണ്. എന്നിട്ടാണ് പറഞ്ഞെങ്കിൽ ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തേക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. അത് ഏത് തരത്തിലുള്ള നിങ്ങളുടെ തൃപ്തികരമാണോ ഇല്ല എന്നുള്ളതൊന്നും വിഷയമേ അല്ല. നിനക്കൊരു ഭാര്യയുണ്ട്, നിനക്കൊരു ഭർത്താവുണ്ട്. ആ ബന്ധത്തിൽ പരസ്പരം പരിഗണിക്കുക. ഇപ്പോൾ പൗലോസ് ഇത് പഠിപ്പിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് പൗലോസ് ഇത് പറഞ്ഞു: ദുർനടപ്പ് വിട്ടുകൊടുവീൻ. ക്രിസ്തീയ വിവാഹം ആ ക്രിസ്തീയ ബന്ധത്തെ പവിത്രീകരിക്കുന്നതാണ്. ക്രിസ്തീയ വിവാഹ ബന്ധത്തിൽ വിശ്വസ്തരായി നിന്നാൽ ആ ബന്ധം ദൈവം പവിത്രീകരിക്കും. ഇവിടെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. ഇത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ പരസ്പരമുള്ള പരിഗണന, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും പരിഗണിക്കണം. വളരെ ആവശ്യമുള്ള പത്രോസിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പത്രോസ് വളരെ വ്യക്തമായിട്ട് ഇപ്രകാരം എഴുതുകയുണ്ടായി: അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കും. ബഹുമാനം അവർക്ക് കൊടുക്കണം. സ്ത്രീകൾക്ക് നമ്മുടെ മക്കളെ പ്രസവിക്കുന്നെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. അവരുമായി ഒരുമിച്ച് വിവേകത്തോടെ ചേർന്ന് വസിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ കൃപ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ. ഒരുമിച്ച് കിട്ടുകയുള്ളൂ. ദൈവം ഒരാൾക്കായിട്ട് മാത്രം തരില്ല. ഇത് ഒരുമിച്ച് നിന്നാൽ മാത്രം കിട്ടുന്ന കൃപയാണ്.
അത് വളരെ പ്രധാനം. ആത്മീയമായിട്ട് വ്യത്യസ്തമായ ഉപദേശം നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ അവരെ ഉപേക്ഷിക്കണ്ട, ഒരുമിച്ച് താമസിക്കുക. പക്ഷെ ആത്മീയത്തിൽ ഇടപെടാൻ അനുവദിക്കാതിരിക്കുക. എബ്രായലേഖനം 11:4 പറഞ്ഞ പോലെ കിടക്ക നിർമ്മലമായിരിക്കട്ടെ. ഇപ്പോൾ പരസ്പരമുള്ള പരിഗണന. നാലാമത് ഒരു ടെസ്റ്റും കൂടെ പെട്ടെന്ന് നമുക്ക് പറയാം. പരിശോധന, വിവാഹബന്ധത്തിൽ എടുത്ത മറ്റൊരു പരിശോധനയാണ് വ്യക്തിത്വത്തെ ബഹുമാനിക്കുക. റെസ്പെക്ട് ഫോർ പേഴ്സണാലിറ്റി. വ്യക്തിത്വത്തെ ബഹുമാനിക്കുക. ദൈവം ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചത് വ്യത്യസ്തമായിട്ടാണ്. സ്ത്രീയും പുരുഷനെന്ന് മാത്രമല്ല, ഓരോ പുരുഷന്മാരും വ്യത്യസ്തരാണ്, സ്ത്രീകളും വ്യത്യസ്തരാണ്. നമ്മുടെ ശരീരം മാത്രമല്ല വ്യത്യസ്തം. പുരുഷനും സ്ത്രീയും വ്യത്യസ്ത സൃഷ്ടികളാണ്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ കണ്ടു പുരുഷന്റെ അവസ്ഥ, സ്ത്രീയുടെ അവസ്ഥ. നമ്മുടെ വ്യക്തിത്വവും വ്യത്യസ്തമാണ്. ഭർത്താവും ഭാര്യയും കാർബൺ കോപ്പി അല്ല, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെ ഒരേപോലെ ഇരിക്കില്ല. അവിടെ വ്യക്തിത്വം വ്യത്യസ്തമാണ്, പരസ്പര പൂരകമാണ്. രണ്ടുപേരും ചേർന്നിരിക്കണം, പരസ്പര പൂരകം. ഒരാൾക്ക് മറ്റൊരാളുടെ ആവശ്യമുണ്ട്. അവർ പൂർണ്ണമാകണമെങ്കിൽ പരസ്പരം ചേർന്നിരിക്കണം. ഭർത്താക്കന്മാർ അത് പഠിക്കണം, അങ്ങനെ ജീവിക്കണം. നമ്മൾ നേരത്തെ വായിച്ച പത്രോസ് ലേഖനത്തിൽ വിവേകത്തോടെ ഭാര്യമാരുടെ ചേർന്ന് വസിക്കണം. സ്ത്രീ ബലഹീന പാത്രമെന്നോർത്തവർക്ക് ബഹുമാനം കൊടുക്കണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം മുതൽ പൗലോസ് പറയുന്നത്, എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്തിൽ വെടിപ്പാക്കി വിശദീകരിക്കേണ്ടതിനും കറാച്ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻ നിർത്തേണ്ടത് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കും. ഭർത്താക്കന്മാരുടെ ദൈവകൽപ്പനയാണ്. ഭർത്താവാണ് കുടുംബത്തിലെ തല, കുടുംബത്തെ പരിപാലിച്ച് നയിക്കേണ്ടത്. ഭാര്യയെ സ്നേഹിക്കണം, വളരെ ചിന്തിച്ച് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. മൃദുല ഭാവമുണ്ടായിരിക്കണം, സഹതാപവും മനസ്സലിവുണ്ടാകണം. ഭാര്യയെ സ്നേഹിക്കണം, പ്രീതി കാണിക്കണം. അപ്പോൾ തിരിച്ച് ഭാര്യയെ ബഹുമാനിക്കുകയും കീഴടങ്ങുകയും സ്നേഹിക്കുകയും ചെയ്യും, സംശയമില്ല. പിന്നെ ഭാര്യമാരെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർ കീഴടങ്ങും. എഫേസ്യർ 5:22. ക്രിസ്തു ശരീരത്തിൽ നിശ്ചിതമായി സഭയ്ക്ക് തലയായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭാര്യമാരും അവരുടെ കാര്യങ്ങൾ ചെയ്യണം. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇപ്രകാരമാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ, പുരുഷൻ സ്ത്രീയിൽ നിന്നല്ലല്ലോ, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പം ഇന്നത്തെ ലോകം നിയന്ത്രണമില്ലാത്ത ലോകമാണ്. ഒരു നിയന്ത്രണമില്ല. അവിടെ എല്ലാ തരത്തിലുള്ള അതൃപ്തിയും വെറുപ്പും വിദ്വേഷവും ഒക്കെ നിലനിൽക്കുകയാണ്. ഇതിൻ്റെ കൽപ്പനകളൊക്കെ താറുമാറാകുന്ന കാലമാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആദ്യത്തെ കൂറ് ദൈവത്തോടായിരിക്കണം, തുടർന്ന് ഭർത്താവിനോട്. വിവാഹം കഴിച്ച സ്ത്രീയാണ്. അതേസമയത്ത് 1 കൊരിന്ത്യർ 7:15 പറയുന്ന പോലെ ആത്മീയ ജീവിതത്തെ തള്ളിക്കളഞ്ഞിട്ട് കുടുംബത്തിലെ ഭദ്രത സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. സത്യവചനത്തെ, ദൈവവചനത്തിൻ്റെ പരിശുദ്ധിയെ, നിർമ്മലതയെ, സത്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് കുടുംബം ഒരുമിച്ചിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാം ഉള്ളിൽ തള്ളിക്കളയുകയാണ്. ഭർത്താവിൻ്റെ ദുരുപദേശത്തിലേക്ക് ഞാനും പോവുകയാണ്, ഈ ഭാര്യയുടെ ദുരുപദേശത്തിലേക്ക് ഞാനും പോവുകയാണ് എന്ന് പറഞ്ഞാൽ കുടുംബത്തെ രക്ഷിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. കുടുംബം രക്ഷപ്പെടില്ല. ദൈവം സ്ഥാപിച്ച കുടുംബത്തെ ദൈവനെ പ്രകാരം നിലനിർത്താൻ ശ്രമിക്കാതെ നമ്മുടെ രീതിയിൽ കുടുംബത്തിൻ്റെ ഭദ്രത ശ്രദ്ധിക്കുവാൻ നമ്മൾ ചിന്തിക്കുമ്പോൾ കുടുംബം നിൽക്കില്ല. 1 കൊരിന്ത്യർ 7:15 അതുകൊണ്ടാണ് പറഞ്ഞത്, അവിശ്വാസി വേർപിരിയുന്നുവെങ്കിൽ പിരിയട്ടെ. ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല, എന്നാൽ സമാധാനത്തെ ജയിപ്പാൻ ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നു. ദുരുപദേശം പ്രചരിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന ഒരു സ്ത്രീയോടുകൂടി ഭർത്താവ് ജീവിക്കാൻ ബുദ്ധിമുട്ട്. ഒരു വിശ്വാസിയായ ഭർത്താവിന് വീട്ടിനകത്ത് സ്വസ്ഥത കിട്ടില്ല. വീട്ടിനകത്ത് എപ്പോഴും ദുരുപദേശം പറഞ്ഞുകൊണ്ട് നടക്കും. ഭർത്താവ് അവളോട് പറയും, നിനക്ക് പോകാം, എനിക്കിത് ഒരുമിച്ച് പോകാൻ പറ്റില്ല. രണ്ടുപേർക്ക് പിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ സമാധാനം ഉണ്ടാകും. അതാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് കുടുംബത്തെ രക്ഷിക്കാൻ നോക്കരുത്, കുടുംബം രക്ഷപ്പെടില്ല. അതാണ് കുറച്ച് ശക്തമായ കാര്യമാണ് അതോടെ പറയുന്നത്. അപ്പോൾ അനേകരുടെ ബന്ധങ്ങളിൽ പരസ്പര സ്നേഹവും വ്യക്തിത്വത്തെ ബഹുമാനിക്കാതിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ കഠിനമായ ക്രൂരമായ വാക്കുകൾ, അസാന്മാർഗീയമായ ഭാഷകൾ, മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ, വ്യക്തിത്വത്തെ അല്ലെങ്കിൽ സ്വകാര്യതയെ തകർക്കുന്ന തരത്തിലുള്ള ഇടപാടുകൾ, ഇതൊക്കെ ഒരു കുടുംബത്തിൻ്റെ സമാധാനത്തെ രാസവസ്തു ആസിഡ് എങ്ങനെയാണോ പ്രവർത്തിക്കുക അതേപോലെ നശിപ്പിച്ചാണ്. എപ്പോഴും മറക്കാതിരിക്കുക, ദയാപൂർണരായിരിക്കുക, ദയയുള്ളവരായിരിക്കുക, കരുതലുള്ളവരായിരിക്കുക. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലെ സ്നേഹം എന്ന വിഷയത്തെ പഠിച്ചു നോക്കാം. സ്നേഹം ചേർക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദീർഘമായി ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു, അനീതി കണക്കിടുന്നില്ല, എല്ലാം പ്രതീക്ഷിക്കുന്ന സ്നേഹം. ആ സ്നേഹം പരസ്പരം കൊടുക്കുക. ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്. വ്യക്തിത്വത്തെ ബഹുമാനിക്കുക. ഭാര്യ ഒരു വ്യക്തിയാണ്, ഭർത്താവ് ഒരു വ്യക്തിയാണ്.
വ്യക്തിത്വത്തെ വ്രണപ്പെടുത്തരുത്. വ്യക്തിത്വത്തെ കുത്തിമുറിവേൽപ്പ്, പ്രത്യേകിച്ച് മറ്റുള്ള മുമ്പിൽ വെച്ച് ഭാര്യയെക്കുറിച്ച് ഭർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. ഇതൊക്കെ പരിശോധനകളാണ്. ഇത് കല്യാണ ദിവസം ഒരു പ്ലേറ്റിൽ തരുന്നതല്ല കുടുംബസമാധാനം, കുടുംബത്തിൻ്റെ അനുഗ്രഹം. അത് ദൈവത്തിൻ്റെ കൃപയാൽ സഹായത്താൽ ഓരോ വ്യക്തികളും ഇത് മനസ്സിലാക്കി വചനപ്രകാരം ജീവിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. പക്ഷേ നിരന്തര പരിശോധനകളുണ്ടാകും. പലതരത്തിലുള്ള പരിശോധനകൾ, പരീക്ഷണങ്ങൾ, മാറ്റുനോക്കും. ഈ കുടുംബം നിൽക്കുന്നതാണോ? ഇപ്പം പൊന്നു വെള്ളിയും മറ്റും തീക്കകത്തുള്ള ശോധന ചെയ്യുന്ന പോലെ ഈ അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ ഉറച്ചു നിൽക്കണം. പ്രത്യേകിച്ച് കൂറ് കാണിക്കുക ദൈവത്തോടും ഭർത്താവിനോടും ഭാര്യയോടും. ഒരു കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി നടത്തേണ്ട മാറ്റം വരുത്തലുകൾ, സമീകരണങ്ങൾ, പരസ്പരമുള്ള കരുതലുകൾ. ഭാര്യയെ കരുതാൻ ഭർത്താവെ കാണും, ഭർത്താവിനെ കരുതാൻ ഭാര്യയെ കാണുകയുള്ളൂ. അതെപ്പോഴും മനസ്സിലാക്കുക. പരസ്പരമുള്ള കരുതൽ, പരസ്പരമുള്ള വ്യക്തിത്വത്തെ ബഹുമാനിക്കുക. പത്തോസ് പറഞ്ഞ വാക്ക് മറക്കരുത്. സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞത് ഭർത്താവിനോട്, നിന്റെ ഭാര്യയെ ബഹുമാനി. അങ്ങനെ ബഹുമാനിച്ചാൽ തിരിച്ചു കിട്ടുന്നത് എത്ര അനുഗ്രഹീതമായ പ്രതികരണമായിരിക്കും. ഈ സഹായിക്കട്ടെ. ബാക്കി 3 കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കും. താങ്ക് യു.